ഹായ് ഹലോ മിസ്സസ് മല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഉത്തരാഖണ്ഡിലോട്ടൊരു യാത്ര നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡിലെ യാത്രാവിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂൺ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ മസൂറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. മസൂറിയിലെ സാഞ്ചി വില്ലേജിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ഒരു ഗ്രാമത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, കോൺ വില്ലേജ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ പ്രധാനപ്പെട്ട കൃഷി ചോളമാണ്. ഞങ്ങൾ അവിടെ പോയ സമയത്ത് ചോളത്തിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ഗോതമ്പ് പാടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഗ്രാമത്തിനോട് ചേർന്ന് വലിയൊരു കൃഷിയിടം തന്നെ ഇവർക്കുണ്ട്. ഗോതമ്പും ചോളവും ഒരുപാട് പയർവർഗ്ഗങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് ഇവരുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഗ്രാമം കാണാം. ഈ ഒരു ഗ്രാമത്തിൽ കുറച്ച് വീടുകളേ ഉള്ളൂ. ഇവിടെ ഉള്ളവരെല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിന് പറയാനൊരു കനേഡിയൻ സ്റ്റോറി കൂടിയുണ്ട്. ഈ ഒരു കുഞ്ഞു ഗ്രാമവും കാനഡയുമായിട്ട് എന്താണ് ബന്ധമെന്നല്ലേ? അപ്പോൾ അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഈ ഒരു ഗ്രാമത്തിലെ ഈ ഒരു വീട് മാത്രം പുരാതന കാലത്തുള്ള വീടാണ്. ഇതിവർ പൊളിച്ചു മാറ്റിയിട്ടില്ല. ഈ ഒരു പുരാതനമായിട്ടുള്ള വീടും കോണുകൾ ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിരിക്കുന്നതൊക്കെയാണ് ഈ ഒരു ഗ്രാമത്തിലെ മെയിൻ അട്രാക്ഷൻ. ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളുടെ മുന്നിലും കോണുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി വരുന്ന വർഷത്തേക്കുള്ള ചോളകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നായിരിക്കും ഇവർ വിത്തെടുക്കുന്നത്. എല്ലാ വീടിന് മുന്നിലും ചോളങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ചെറിയൊരു ഗ്രാമത്തെ കോൺ വില്ലേജ് കൂടി എന്ന് വിളിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു ഗ്രാമമാണിത്. മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രാവിലെയും രാത്രിയൊക്കെ നല്ല തണുപ്പായിരിക്കും ഇവിടെ. ഞങ്ങളൊരു ഉച്ച സമയമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. ഈ ഒരു കോൺ വില്ലേജിന് മുന്നിലായിട്ട് ഒരു വലിയൊരു ബേക്കറി ഉണ്ട്. വെറുതെ ഒരു ബേക്കറി ഉണ്ടാക്കിയിട്ട് കനേഡിയൻ ബേക്കറി എന്ന് പേരിട്ടതല്ല, അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ഈ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തത് കാനഡക്കാരിയായ ലോറി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ലോറി കാനഡയിൽ PhD ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് റിസർച്ചിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നതാണ്. അങ്ങനെ ഇന്ത്യയിൽ വരികയും ഇവിടെയുള്ള ഒരാളെ വിവാഹം ചെയ്യുകയും ചെയ്തു. ലോറി വിവാഹം കഴിച്ച ആളുടെ നാട് ഉത്തരാഖണ്ഡായിരുന്നു.
അങ്ങനെ അവർ മസൂറിയിൽ സെറ്റിൽഡ് ആകുകയും ഈ ഒരു ഗ്രാമപ്രദേശമെല്ലാം ലോറയ്ക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു ഗ്രാമത്തിലൊരു സ്കൂൾ ഓപ്പൺ ചെയ്യുക എന്നത്. അങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ അവർ സ്കൂൾ ഓപ്പൺ ചെയ്തു. അങ്ങനെ ആ സ്കൂളിലെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ബേക്കറി ഇവർ ഓപ്പൺ ചെയ്തത്. അങ്ങനെ ഈ ഒരു ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും ഇവർ സ്കൂളിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. കനേഡിയൻ ട്രഡീഷണൽ സ്നാക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഉത്തരാഖണ്ഡിലെ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. കനേഡിയൻ ഐറ്റംസ് ഒന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് എന്താണ് അത് ട്രൈ ചെയ്യാനായിരുന്നു ഇഷ്ടം. അങ്ങനെ ഞങ്ങളൊരു വെജിറ്റബിൾ താലിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോളം കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസും അവരവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിന് ഇങ്ങനെ ഒരു കനേഡിയൻ കണക്ഷൻ ഉണ്ടെന്ന് ഞങ്ങൾ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് മസൂറിയിലെ കോൺ വില്ലേജിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മസൂറിയിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്